നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ വരുന്ന ഡിസംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏകാദശിയെ കുറിച്ചാണ് കേട്ടോ. പലരും സംശയങ്ങളായിട്ട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഏകാദശിനെ കുറിച്ച് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും സംശയങ്ങൾ എങ്ങനെയാണ്, ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, ആദ്യമായിട്ട് വ്രതം എടുക്കുന്നവരെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാനായിട്ട് പാടില്ലാത്തത്, എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അതേപോലെ തന്നെ ഏകാദശിയുടെ തിഥി എപ്പോഴാണ് വരുന്നത്, പാരണ വിടുന്ന സമയം എപ്പോഴാണ്, ഹരിവാസര സമയം എപ്പോഴാണ്, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ്. പിന്നെ അതുകൂടാതെ ഏകാദശിക്ക് ഗുരുവായൂരിലുള്ള പ്രത്യേകതകളും ഗുരുവായൂരത്തെ ചടങ്ങുകളും അതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ കേട്ടോ. എന്നിട്ട് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഏകാദശിക്ക് 3 ദിവസങ്ങൾക്കാണ് പ്രധാനം. അതായത് ദശമി, ഏകാദശി, പിന്നെ ദ്വാദശി. ഈ 3 ദിവസങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വ്രതം എടുക്കേണ്ടതാണ് കേട്ടോ. അതിൽ ആദ്യത്തെ ദിവസം, അതായത് ദശമിയുടെ അന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുക. നമ്മൾ പ്രാതലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയാം. ഉച്ചയ്ക്ക് അരിഭക്ഷണം ആവാട്ടോ, ഒരിക്കലൂണോട് കൂടിയിട്ട് ചിലർ എടുക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞാൽ രാത്രി ഒന്നും തന്നെ നമ്മൾ കഴിക്കരുത്. എന്നിട്ട് പിറ്റേ ദിവസം ഏകാദശിയുടെ അന്ന് ഇതേപോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുക. എന്നിട്ട് ഏകാദശി വ്രതം തുടങ്ങുക. എങ്ങനെ? ഒന്നുകിൽ തുളസി തീർത്ഥം സേവിച്ചിട്ട്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തീർത്ഥം ചിലർ സേവിക്കരുത് എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ അക്ഷത ഉണ്ടായിരിക്കും, നെല്ലും അരിയും കൂടെ ചേർന്നിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഉപവാസം എടുക്കുകയാണ്, അരിഭക്ഷണം ഒഴിവാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് അക്ഷതം ചേർന്നിട്ടുള്ള ആ ഒരു തുളസി തീർത്ഥം സേവിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഗ്ലാസ്സിൽ തുളസി തീർത്ഥം എടുക്കാം. അതായത് 2 തുളസിയിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് തുളസി തീർത്ഥമായി. അപ്പോൾ നമുക്ക് ആ ഒരു തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് ഏകാദശി വ്രതം ആരംഭിക്കാം. പിന്നെ അന്ന് പൂർണ്ണമായിട്ടുള്ള ഉപവാസമാണ് കേട്ടോ. ഞാൻ ആദ്യം ഉപവാസത്തോടു കൂടിയുള്ള ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ അന്ന് പൂർണ്ണമായിട്ടുള്ള ഉപവാസം. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. ഇത് ഉച്ചയുറക്കം, അതിൽ പകലുറക്കം പാടില്ല. പിറ്റേ ദിവസം, അതായത് ദ്വാദശിയുടെ അന്ന് ഇതേപോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുക. എന്നിട്ട് പാരണ വിടുന്ന സമയത്ത് തുളസി തീർത്ഥം കുടിക്കാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥവും അപ്പോൾ കുടിക്കാം കേട്ടോ. കാരണം നമ്മൾ പാരണ വീടില്ല, പക്ഷെ ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പാരണ വിടാം. എന്നിട്ട് നമുക്ക് പ്രാതലൊക്കെ കഴിക്കാം. അന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ അന്നും രാത്രി ഒന്നും കഴിക്കരുതെന്നാണ് പറയുക. രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കുക. അതേപോലെ തന്നെ അന്നും ഉച്ചയുറക്കം, അതായത് പകലുറക്കം പാടില്ല. ഇങ്ങനെയാണ് ഏകാദശി നോൽക്കേണ്ടത്. പിന്നെ ഈ പകലുറക്കം പാടില്ല എന്ന് പറയണതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട് കേട്ടോ. ഞാൻ മുൻപ് അത് പറഞ്ഞിട്ടുണ്ട്. രുക്മാംഗതന ഏകാദശി നോറ്റിട്ടുള്ള ഒരു കഥ. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്തെ മോഹിനി വന്നിട്ട് കാലിങ്ങനെ തലോടുത്രേ. മോഹിനിനെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്കാക്കിയതല്ലേ. അപ്പോൾ ഈ ഏകാദശി നോറ്റവരുടെ കാല് തഴുകിക്കഴിഞ്ഞാൽ, അതായത് അവർ ഉറങ്ങുമ്പോൾ അവരുടെ കാല് തഴുകിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ഏകാദശി വ്രതത്തിൻ്റെ പുണ്യത്തിൽ നിന്ന് 1/6 ഭാഗം ഈ മോഹിനിക്ക് ലഭിക്കും. അങ്ങനെ കുറേ പേര് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേ പുണ്യം ലഭിക്കുമല്ലോ. അപ്പോൾ തിരികെ സ്വർഗത്തിലേക്ക് എടുക്കും മോഹിനീനെ. അതുകൊണ്ട് ഏകാദശിയുടെ അന്ന്, അല്ലെങ്കിൽ ഏകാദശി നോൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ഏകാദശി വ്രതം മാത്രമല്ല കേട്ടോ, ഏതൊരു വ്രതമാണെങ്കിലും നോൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല എന്ന് പറയാം. അത് ഈ മോഹിനി വന്നിട്ട് കാല് തഴുകുന്നത് കൊണ്ടാണ് ഇത്ര. പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏകാദശി നോൽക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. നന്നായി ചെറിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ കുട്ടികൾ എന്ന് തന്നെ വിളിക്കുന്ന ആ പ്രായത്തിലുള്ളവർ, പിന്നെ സാധാരണ ഇപ്പോൾ എൻ്റെയൊക്കെ പോലത്തെ പ്രായത്തിലുള്ളവർ, പിന്നെ അതുകൂടാതെ കുറച്ച് പ്രായമായിട്ടുള്ളവർ, ഒരു 60 വയസ്സിനൊക്കെ മുകളിലുള്ളവർ. ഇവർക്ക് 3 പേർക്കും പല രീതിയിലാണ് അവരുടെ ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴും വ്രതമെടുക്കുന്ന സമയത്ത് ആരോഗ്യസ്ഥിതി നമ്മൾ നോക്കേണ്ടതാണ് കേട്ടോ. 4 തരത്തിലാണ് ഈ ഏകാദശി വ്രതം എടുക്കാറുള്ളത്. ഒരു കൂട്ടര് ഒന്നും കഴിക്കില്ല, ജലപാനം പോലും ഇല്ലാതെയാണ് ഏകാദശി എടുക്കുക. അതിന് നിർജ്ജല ഏകാദശി എന്ന് പറയും. പിന്നെ ചിലര് വെള്ളം കുടിക്കും, വെള്ളം മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നും കഴിക്കില്ല. അങ്ങനെ ഏകാദശി എടുക്കുന്നവരുണ്ട്.
പിന്നെ ചിലരാകട്ടെ ഇപ്പോൾ പാല്, പഴം അങ്ങനെയുള്ള ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കും. അവർക്ക് ഇപ്പോൾ മരുന്ന് കഴിക്കേണ്ടതൊക്കെ ആയിട്ടുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ പാല്, പഴം മുതലായിട്ടുള്ള എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഏകാദശി എടുക്കുന്നവരുണ്ട്. ഇനി അടുത്ത കൂട്ടരെന്ന് പറയുന്നത് അരി ഭക്ഷണം ഒഴിവാക്കും. അരി ഭക്ഷണം മാത്രം കഴിക്കില്ല, പകരം ഗോതമ്പ് അങ്ങനെയുള്ള റവ കണ്ടുള്ള ഉപ്മാവൊക്കെ ഉണ്ടാക്കിയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 4 തരത്തിലാണ് ഏകാദശി എടുക്കുന്നവർ. അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ദശമിയുടെ അന്നും ദ്വാദശിയുടെ അന്നും ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഒന്നും കഴിക്കരുതെന്ന്. അപ്പോൾ അത് കഴിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി ആദ്യം നമ്മൾ നോക്കണം. നമുക്കത് കഴിക്കാതിരിക്കാനായിട്ട് സാധിക്കുമോ, നമ്മൾ തളർന്നു വീഴുമോ, നമ്മുടെ ആരോഗ്യം മോശമാകുമോ എന്ന് നോക്കിയിട്ട് നമുക്കത് സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ പാലോ പഴമോ എന്തെങ്കിലും ഒന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ആരോഗ്യസ്ഥിതിയാണ്. കാരണം നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് ഏകാദശി എടുക്കണം എന്ന് ഭഗവാൻ പറയണില്ലല്ലോ. എല്ലാം ഒരു സമർപ്പണമാണ് ഭഗവാന്റെ അടുത്തുള്ളത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഭഗവാന് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ ഒരിക്കലും തളർന്നു വീണിട്ട് വ്രതം മുറിക്കേണ്ട ആ ഒരു ആവശ്യം വരരുത്. അപ്പോൾ അതിനനുസരിച്ച് വ്രതമെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ദ്വാദശിയുടെ അന്ന് നെല്ലിക്ക കഴിക്കും. അതിനെ ദ്വാദശിക്കായ എന്നും കൂടെ പറയും. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഏകാദശിയുടെ ആ ഒരു വ്രതമെടുക്കുന്ന സമയത്ത്. അപ്പോൾ നെല്ലിക്ക കഴിക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ ചിലർക്കുള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഗോതമ്പ് കഴിക്കാൻ പാടുണ്ടോ, പയറുവർഗ്ഗങ്ങൾ കഴിക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുള്ളവരുണ്ട്. അപ്പോൾ പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കണതേ, എൻ്റെ ഗുരുനാഥയും പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ കുഴിച്ചിട്ടാൽ മുളയ്ക്കാത്ത എന്തും നമുക്ക് കഴിക്കാന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇപ്പോൾ പയർ വർഗ്ഗങ്ങൾ അത് കുഴിച്ചിട്ട് അത് മുളയ്ക്കൂലേ, അപ്പോൾ അത് കഴിക്കാൻ പാടില്ല. ഇപ്പം നെല്ല് അല്ലെങ്കിൽ അരി, ഇത് അരിയുടെ ഭാഗം നെല്ലാണല്ലോ, നെല്ല്, ഗോതമ്പ് ഇതൊക്കെയും കുത്തിയിട്ടാലും മുളയ്ക്കും. ശരിക്കും അത് കഴിക്കാനായിട്ട് പാടില്ല, ധാന്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കേരളത്തിലുള്ളവർ കൂടുതലും അരിഭക്ഷണമാണല്ലോ കഴിക്കുക. അപ്പം നമ്മൾ കൂടുതൽ കഴിക്കുന്നത് എന്തോ അത് നമ്മൾ ഒഴിവാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളം വിട്ട് നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഗോതമ്പാണ് അവർ കൂടുതൽ കഴിക്കുക, ഗോതമ്പിൻ്റെ ചപ്പാത്തി റൊട്ടിയൊക്കെ. അപ്പോൾ അവർ അത് ഒഴിവാക്കും. അപ്പോൾ അവർ അരി ഭക്ഷണം കഴിച്ചിട്ട് ഏകാദശി നോൽക്കുക, അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിട്ടാൽ മുളയ്ക്കാത്തത് എല്ലാം നമുക്ക് കഴിക്കാം, മുളയ്ക്കുന്നതൊന്നും കഴിക്കരുത്. ഇപ്പോൾ പഴത്തിൻ്റെ കാര്യം നോക്കൂ, പഴം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കുമോ? ഇല്ലല്ലോ. വാഴപ്പഴം ഏത് തരത്തിലുള്ള പഴമാണെങ്കിലും അത് മുളയ്ക്കില്ല. അതുകൊണ്ടാണ് അത് കഴിക്കാമെന്ന് പറയണത്. അതേപോലെ തന്നെ പാലും അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പാലും പഴവും അതുപോലെ വെള്ളവും ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഏകാദശി നോൽക്കാം. പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ഗ്രേഡ് കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപവാസത്തിന് തന്നെയാണ് അല്ലേ. അത്രയധികം ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഏകാദശി നോൽക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെയും പിന്നെയും നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യസ്ഥിതി നോക്കിക്കൊണ്ട് വേണം ഏകാദശി നോൽക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഏകാദശിയുടെ തിഥി എപ്പോഴാണ് ആരംഭിക്കുന്നത് നോക്കാം കേട്ടോ. ആരംഭിക്കുന്നത് നവംബർ 30 രാത്രി 9:24 മുതൽ, അതായത് നമ്മുടെ ദശമിയുടെ അന്ന് രാത്രി 9:24 മുതൽ ഡിസംബർ 1 6:57 വരെ, രാത്രി 6:57 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. അതേപോലെ തന്നെ ഹരിവാസര സമയം എന്ന് പറയുന്നത് അത് ഏകാദശിയുടെ അന്ന്, അതായത് ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടി ചേരുന്ന ആ ഒരു സമയമാണ്. അത് വരുന്നത് ഏകാദശിയുടെ അന്ന് ഉച്ചയ്ക്ക് 12:15 മുതൽ ദ്വാദശിയുടെ അന്ന് അർദ്ധരാത്രിയാണ് കേട്ടോ. അർദ്ധരാത്രി 12:15 വരെയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങാതിരുന്നു കൊണ്ട്, ഭക്ഷണം കഴിക്കാതിരുന്നു കൊണ്ട് ഭഗവാന്റെ നാമം ചൊല്ലിയിട്ടിരിക്കുക, ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയമാണ്. അതേപോലെ തന്നെ പാരണ വിടുന്ന സമയം കൂടെ പറയാം. പാരണ വിട ദ്വാദശിയുടെ അന്നാണല്ലോ, ഡിസംബർ 2 അത് രാവിലെ 6:45 മുതൽ 9:15 വരെയുള്ള ആ ഒരു സമയത്താണ് കേട്ടോ പാരണ വിടേണ്ടത്. ഈ ഒരു മുഹൂർത്തങ്ങളൊക്കെ ചെറിയ രീതിയിൽ അങ്ങോട്ടേക്ക് ഓരോ പല സ്ഥലങ്ങളിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി വരാം. അത് മാറി വന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയാതെ മാറിപ്പോയാലും യാതൊരുവിധ സങ്കടവും വേണ്ട കേട്ടോ. നമ്മൾ ആ ഏകാദശി വ്രതം നോൽക്കുക എന്നുള്ളതാണ് പ്രധാനം, അതിൻ്റെ സമർപ്പണത്തിനാണ് പ്രധാനം. ഇതിൽ ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഭഗവാന് നന്നായി അറിയാലേ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഭഗവാനെ, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇന്ന രീതിയിൽ എനിക്ക് വ്രതം നോൽക്കാനായിട്ട് സാധിക്കുള്ളൂ, എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വളരെ നന്നായിട്ട് ഞാൻ ഏകാദശി വ്രതം നോറ്റിട്ടുണ്ട്, അത് ഭഗവാൻ സ്വീകരിക്കണം കേട്ടോ, സന്തോഷിക്കണം കേട്ടോ. ഞാൻ വ്രതം നോറ്റിട്ട് ആ ഒരു വ്രതത്തെ, എൻ്റെ ഏകാദശി വ്രതത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്, ഭഗവാനെ നീ സന്തോഷിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
നാമം ചൊല്ലുകയാണ് വേണ്ടത്. ഭഗവാനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ ഏകാദശിയുടെ അന്ന് ക്ഷേത്രങ്ങളിൽ പോയിരിക്കാനായിട്ട് പറയും. അവിടെ പോയിരുന്നൊരു കുറെ വിശേഷങ്ങൾ പറഞ്ഞിരുന്ന കാര്യമില്ല. ഭഗവാന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ വീടുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ നാമം ചൊല്ലുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഭഗവാന്റെ അടുത്താണ്. അപ്പൊ നാമം ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. അത് വയറ് നിറച്ച് കഴിക്കുക. ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ ഒരുപാട് കഴിക്കുക, പഴവർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കുക, അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ത്യജിക്കുക. അങ്ങനെ വേണം ഏകാദശി നോൽക്കാനായിട്ട്. അല്ലാതെ വയറ് നിറഞ്ഞിരുന്നിട്ട് ഏകാദശി നോറ്റെന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമില്ലല്ലോ, അത് ഭഗവാൻ കാണില്ല എന്നല്ലേ പറയാ. അപ്പൊ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏകാദശി നോറ്റിട്ട് ദാരിദ്ര്യം വന്നു ചേർന്ന ഒരു കുടുംബത്തിന്റെ കഥയും കൂടി ഇതിനോടൊപ്പം അനുസ്മരിക്കാറുണ്ട്. ഏകാദശി നമ്മൾ ഒരിക്കലും ദാരിദ്ര്യം വരാനായിട്ട് നോൽക്കില്ലല്ലോ. അപ്പൊ ഇവരാണെങ്കിലോ ഇവരുടെ വീട്ടില് ദാരിദ്ര്യമൊക്കെയാണ്. അപ്പൊ അത് മാറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏകാദശി നോറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഏകാദശി എങ്ങനെ നോൽക്കണ്ടേന്ന് അറിയണില്ല. അപ്പൊ പറഞ്ഞു അരിഭക്ഷണം ഒഴിവാക്കുക, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? പഴവർഗ്ഗങ്ങൾ വാങ്ങിക്കുകയാണ്. കടം വാങ്ങിയിട്ടാണ് കേട്ടോ പഴവർഗ്ഗങ്ങൾ വാങ്ങിക്കണേ. അങ്ങനെ ഒരു 5-6 ഏകാദശി നോറ്റു. അപ്പൊ ഈ കടം വാങ്ങി വെച്ചിട്ടുള്ളതൊന്നും തിരികെ കൊടുക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അരി വാങ്ങാൻ വേണ്ടുന്ന ആ ഒരു പൈസയേക്കാൾ കൂടുതൽ പഴങ്ങൾ വാങ്ങാനും വേണ്ടിയിട്ട് ഇവർ ചെലവാക്കി. അതൊട്ട് തിരിച്ചു കൊടുക്കാനും സാധിച്ചില്ല. അങ്ങനെ ദാരിദ്ര്യം കൂടെ ചെയ്തേ. അപ്പൊ അവർക്ക് അവിടെ മനസ്സിലായില്ല എന്താണ് ഏകാദശി എന്ന് മനസ്സിലാക്കിയിട്ടല്ല എടുത്തേ. അരിഭക്ഷണം കഴിക്കാൻ പാടില്ല, അപ്പൊ പിന്നെ ഗോതമ്പ് കഴിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം, അങ്ങനെ വയറ് നിറച്ചിരിക്കാം. അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നമ്മൾ ത്യജിക്കുക. അപ്പൊ നമ്മൾ ഈ പൂർണ്ണമായിട്ടുള്ള ഉപവാസം അല്ലെങ്കിൽ കുറേശ്ശെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനിലോട്ട് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം നാമജപവും ഭഗവാന്റെ അടുത്തുള്ള ആ ഒരു പ്രാർത്ഥനയും ഒക്കെ വേണമെന്നാണ് പറയുന്നത്. അതാണ് ആദ്യം നമ്മൾ ഭഗവാനിലെ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം കൃത്യതയോട് കൂടിയിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആത്മസമർപ്പണം എന്ന് പറഞ്ഞതാണ് പ്രധാനം. അല്ലാതെ അയ്യോ ഞാൻ പാരണ വിടേണ്ട സമയം കഴിഞ്ഞിട്ടാണല്ലോ പാരണ വിടിയത്, അല്ലെങ്കിൽ ഈ സമയത്തിന് മുന്നേ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, അങ്ങനെയുള്ള യാതൊരു വിഷമങ്ങളും ആർക്കും വേണ്ട കേട്ടോ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഭഗവാനിലെ സമർപ്പിച്ചുകൊണ്ട് നമ്മളത് വൃത്തിയായിട്ട് ഏകാദശി നോൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പീരീഡ്സിന്റെ സമയത്ത് ഏകാദശി നോൽക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ഏകാദശി നോൽക്കാം. എന്താണ് അവിടെ പ്രത്യേകത? നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കില്ല, തീർത്ഥം സേവിക്കാനായിട്ട് സാധിക്കില്ല. ഈ 2 കാര്യമുള്ളൂ. നാമം ചൊല്ലാലോ. എന്താണ് പറഞ്ഞത്? വ്രതം നോറ്റുകൊണ്ട്, അതായത് ഉപവാസം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് എന്താണോ ഇഷ്ടം അത് ത്യജിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കാനാണ് പറയണത്. നാമം ചൊല്ലാം. നാരായണ നാമം ചൊല്ലിക്കൂടെ? ഏതൊരു അശുദ്ധി പുലവാലായ്മുള്ള സമയത്തും നമുക്ക് നാരായണ നാമം ചൊല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ നാമം ചൊല്ലിക്കൊണ്ട് വ്രതം എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പീരീഡ്സ് ആയ സമയത്ത് തീർച്ചയായിട്ടും വ്രതം എടുത്തോളൂ. ഇനി നമുക്ക് ഗുരുവായൂരിലെ വിശേഷങ്ങളെ കുറിച്ച് പറയാട്ടോ. ഏകാദശിയോട് അനുബന്ധിച്ചുള്ളത് എല്ലാവർക്കും അറിയാലോ. നവംബർ 1-ാം തീയതിയാണ് ഏകാദശി വിളക്ക് ആരംഭിച്ചത്. 30 ദിവസമാണ് ഏകാദശി വിളക്കുള്ളത്. മുൻപ് അത് 7 ദിവസമായിരുന്നു, പിന്നെ അത് 11 ദിവസമായി, പിന്നെ അങ്ങനെ 15ആയി, പിന്നെ ഇപ്പൊ അത് 30 ദിവസം. അപ്പൊ അതിലും കൂടുതലാക്കാൻ പറ്റില്ല. ഈ 30 ദിവസം എന്നുള്ളത് കുറച്ച് പുറകിലോട്ട് പോയാലും കുറച്ച് മുന്നിലോട്ട് പോയാലും അവിടെയൊക്കെ വിശേഷ ദിവസങ്ങൾ വരില്ലേ. അപ്പൊ അതുകൊണ്ട് അവിടേക്കൊന്നും ഇനി പോകാൻ പറ്റില്ല. അപ്പൊ 30 ദിവസമായിട്ട് പരിമിതപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാലേ ഓരോ ദിവസവും ഓരോരോ ആളുകളുടെ വകയായിട്ടാണ് ഈ ഏകാദശി വിളക്കുള്ളത്. അങ്ങനെ ഡിസംബർ 1-ാം തീയതിയാണ് ഏകാദശി വരിക. അന്നത്തെ പ്രത്യേകത ഈ ദശമിയുടെ അന്ന് ഏകാദശിയുടെ അന്ന് ഉദയാസ്തമന പൂജ ഉണ്ട് കേട്ടോ. ദശമിയുടെ അന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ നട അടക്കില്ല. പിന്നെ ഏകാദശിയുടെ അന്ന് നട തുറന്നിരിക്കും. ദ്വാദശിയുടെ അന്നാണ് രാവിലെ 9 മണിക്ക് ദ്വാദശി പണസമർപ്പണത്തിനൊക്കെ ശേഷം നട അടയ്ക്കുന്നത്. ഏകദേശം 56 മണിക്കൂറാണ് കേട്ടോ നട തുറന്നിരിക്കുക. ഇപ്പൊ പൂജകൾക്കായിട്ടുള്ള ആ അടച്ചു തുറക്കലുകൾ ഒഴികെ ബാക്കി എല്ലാ സമയത്തും നട തുറന്നിരിക്കും. ഭക്തജനങ്ങൾക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. ഈ ദശമിയുടെ അന്നും അതേപോലെ തന്നെ ഏകാദശിയുടെ അന്നും അതുകൊണ്ട് തൃപ്പുക ഉണ്ടായിരിക്കില്ല. ഈ ദ്വാദശിയുടെ അന്ന് രാവിലെ 9 മണിക്ക് നട അടയ്ക്കുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ നട തുറക്കുന്ന ആ ഒരു അടച്ചിട്ട ആ ഒരു സമയത്താണ് എല്ലാം ശുദ്ധിയാക്കുക. കാരണം ഒരുപാട് ഭക്തരല്ലേ വന്ന് തൊഴുന്നുണ്ടായിരിക്കും. അപ്പം എന്താ കുറേ കാര്യങ്ങൾ വൃത്തിയാക്കാനുണ്ടായിരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ പുണ്യാഹം, പഞ്ചപുണ്യാഹം ആയിരിക്കും. കുളം മുതൽ പുണ്യാഹം ചെയ്തു തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു തുറന്നുള്ള സമയത്തൊന്നും ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പുണ്യാഹമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം മുതലേ തുടങ്ങും. ഉഷപൂജ വരിൽ നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ കാലത്തെ ശീവേലി മുതൽ തുടങ്ങും. എന്നിട്ട് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്നത് വരെ ആക്കി വെക്കും. പിന്നെ എല്ലാം പഴയ പോലെയാണ്. അന്ന് വൈകിട്ട് ശ്രീഭൂതബലി ആയിരിക്കും. കാരണം ഏകാദശിയുടെ അന്ന് ഉദയാസ്തമന പൂജയാണ് ഉണ്ടാവുക. അപ്പോൾ ശ്രീഭൂതബലി, അത്താഴ പൂജ, രാത്രിയത്തെ വിളക്ക് അതെല്ലാം പഴയതുപോലെ പിറ്റേ ദിവസം പുലർച്ചെ 3 മണിക്ക് സാധാരണ പോലെ തന്നെയാണ് നട തുറക്കുക. അപ്പോൾ ഈ ഏകാദശിയുടെ ദിവസങ്ങളിലാണ് കുറേ സമയം ഭഗവാൻ നടയടയ്ക്കാതെ ഭക്തജനങ്ങളെ കാണാനായിട്ട് കണ്ണു നട്ടിരിക്കുക കേട്ടോ. എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കണ്ണു നട്ടിരിക്കുന്ന ആ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്.
പിന്നെ ഒരു പ്രത്യേകതയാണ് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിപ്പ്. അത് ഇന്നു മുതലാണ് കേട്ടോ. അഷ്ടമി, നവമി, ദശമി, ഏകാദശി ദിവസങ്ങളിലാണ് ഭഗവാൻ സ്വർണ്ണക്കോലത്തിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് വീരശൃംഖലയും അതേപോലെ തന്നെ മരതകപ്പച്ചയും സ്വർണ്ണപ്പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്വർണ്ണക്കോലാണ്. അത് ഏകാദശി ദിവസങ്ങളിലെ ഉത്സവത്തിന്, അതേപോലെ തന്നെ ഭഗവാന്റെ പിറന്നാളിന്, അങ്ങനെ ഒരു വർഷത്തിലെ 10 ദിവസം മാത്രമേ ഈ സ്വർണ്ണക്കോലത്തിലുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതും കൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒന്നാണ് ദ്വാദശിപ്പണ സമർപ്പണം. ഏകാദശി നോറ്റ് കഴിഞ്ഞിട്ടാണ് ദ്വാദശിപ്പണ സമർപ്പണം ചെയ്യുന്നത് കേട്ടോ. അത് ഏകാദശിയുടെ അന്ന്, ഏകാദശി കഴിഞ്ഞ ആ ഒരു ദിവസം അർദ്ധരാത്രി മുതൽ പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് ഏകദേശം ഒരു 8:30 വരെയൊക്കെയാണ് അത് സാധിക്കുക. കാരണം 9 മണിക്ക് നട അടയ്ക്കുമല്ലോ. അപ്പോൾ അതുവരേക്കും നമുക്ക് ദ്വാദശിപ്പണം സമർപ്പിക്കാനായിട്ട് സാധിക്കും ഭക്തർക്ക്. അത് ചുറ്റമ്പലത്തിനുള്ളിൽ കൂത്തമ്പലമുണ്ടല്ലോ, കൂത്തമ്പലത്തിലാണ് ദ്വാദശിപ്പണം സമർപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് ആ തെക്ക് ഭാഗത്ത് കൂവളത്തിൻ്റെ അവിടെയുള്ള വാതിലില്ലേ, അതിൽ കൂടെയാണ് ഭക്തർ അകത്തേക്ക് പ്രവേശിക്കുക. അപ്പോൾ കൂത്തമ്പലത്തിൽ അത് സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം മഹാബ്രാഹ്മണരായിരിക്കും കേട്ടോ. യാഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന യാഗാഗ്നികൾ കെടാതെ സൂക്ഷിക്കുന്ന മഹാബ്രാഹ്മണരാണ്. ഇത് ഇരിങ്ങാലക്കുട, ശുഗപുരം, പെരുവനം ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബ്രാഹ്മണർ. അവർക്ക് മുന്നിൽ അത് സമർപ്പിക്കുകയാണ് ചെയ്യുക. ഇവർ ഈ യാഗങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാ? നമ്മുടെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും നന്മകൾ വരാൻ വേണ്ടിയിട്ടാണ് യാഗങ്ങൾ നടത്തുക. എന്നിട്ട് ഈ യാഗാഗ്നി കെടാതെ അവരുടെ ഗ്രഹങ്ങളിൽ അവർ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം, അതായത് ആ യാഗാധിപനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും ചെറിയൊരു പൂജയൊക്കെ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ചിലവ് ആവശ്യമാണല്ലോ. പിന്നെ എല്ലാ ദിവസവും ഇതിങ്ങനെ കെടാതെ സൂക്ഷിക്കുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും, ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ പത്നിക്കും ഒരുമിച്ച് യാത്രകളൊന്നും പോകാനായിട്ട് പാടില്ല. ഇദ്ദേഹം ഈ ഭൂമിയിൽ വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിതയിലേക്കാണ് പിന്നീട് ഈ ഒരു യാഗാഗ്നി എടുക്കുക. അതുവരയ്ക്കും അത് അണയാതെ അവിടെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു കരുതലായിട്ടാണ് ഈ ഒരു ദക്ഷിണ ഇവർക്ക് ഉപകരിക്കുന്നത് കേട്ടോ. ഈ ദക്ഷിണ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് ഇവർ തപ്പുകൊട്ടും. അതായത് നമ്മൾ ഏകാദശി നോറ്റിട്ടുണ്ടെന്ന് ഭഗവാന്റെ അടുത്ത് സാക്ഷ്യം പറയുന്നതാണ്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ദ്വാദശിപ്പണം സമർപ്പിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ. അതാണ് ദ്വാദശിപ്പണം സമർപ്പണം. പിന്നെ ദശമിയുടെ അന്ന്, അതായത് നവംബർ 30-ാം തീയതി കേശവൻ ആനയുടെ അനുസ്മരണം ഉണ്ട് കേട്ടോ. ഏകാദശിക്കാണല്ലോ കേശവൻ ചെരിഞ്ഞത്. അപ്പോൾ കേശവനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് വളരെ കേമായിട്ടാണ്. തിരുവങ്കിടത്തു നിന്നൊക്കെയാണ് അതിൻ്റെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുക. പിന്നെ ഏകാദശിയുടെ അന്ന് രാവിലെ ഒരു 9-9:30 ആയി കഴിയുമ്പോഴേക്കും കാഴ്ചശീവേലിയൊക്കെ കഴിയും. അതിനുശേഷമാണ് ഉദയാസ്തമന പൂജ തുടങ്ങുക. ആ സമയത്ത് പുറത്തേക്കൊരു എഴുന്നള്ളിപ്പുണ്ട്. കിഴക്കേ നടയിലുള്ള ദീപസ്തംഭം ഉണ്ടല്ലോ, അവിടെ നിന്ന് എഴുന്നള്ളിപ്പ്. അതിലെ കോലം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ, തിടമ്പ് ഉണ്ടായിരിക്കില്ല. നമ്മളെ കിഴക്കേ നടയിലെ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, അവിടെ ഒരു കൽവിളക്ക് ഉണ്ട്. പണ്ട് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ കൽവിളക്ക് വരെയാണ് അന്ന് എഴുന്നള്ളിച്ചിരുന്നത്. ഇപ്പോൾ അത് പാർത്ഥസാരഥി ക്ഷേത്രം വരെയാണ് കേട്ടോ ആ ഒരു എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുക. അതിൻ്റെ പ്രത്യേകത കോലം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, തിടമ്പ് ഉണ്ടായിരിക്കില്ല. ഇവിടെ നിങ്ങളുടെ വിസ്തരിച്ച് പഞ്ചവാദിയൊക്കെ കൊട്ടിയിട്ടാണ് പോകുക. അവിടെ നിങ്ങളുടെ മേളൊക്കെ ആയിട്ടാണ് വരിക. അപ്പം അങ്ങനെ ഒരു പ്രത്യേക എഴുന്നള്ളിപ്പ് ഈ ഏകാദശിയുടെ അന്ന് രാവിലെ ഉണ്ട്. പിന്നെ ഏകാദശി ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മേൽപ്പത്തൂരെ നാരായണീയം എഴുതി സമർപ്പിച്ചത് ഒരു ഏകാദശി ദിവസത്തിലാണ്. അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നത് ഏകാദശിക്കാണ്. ഗോവിന്ദ പട്ടാഭിഷേകം നടന്നത്. അതേപോലെ വില്ലുമംഗലം സ്വാമിയാർക്ക് 2 തവണയാണ് ഏകാദശിക്ക് ഭഗവാൻ ദർശനം കൊടുത്തിരിക്കുന്നത്. പിന്നുള്ളത് ഗീതോപദേശം നടന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സ്മരണയ്ക്കായിട്ട്, അതായത് ഗീതോപദേശം നടന്നതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു തേര് എഴുന്നള്ളിപ്പുണ്ട് ഏകാദശിയുടെ അന്ന്. അത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ എഴുന്നള്ളിക്കുക. ഏകാദശിയുടെ അന്ന് വൈകിട്ട് ഒരു 7-7:30 മണിക്ക്, അതായത് പാർത്ഥസാരഥിയിലെ ദീപാരാധന കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് കിഴക്കേ നടയിലേക്ക് ആ ദീപസ്തംഭത്തിൻ്റെ അവിടേക്ക് ഒരു തേര് എഴുന്നള്ളിപ്പുണ്ട്. അതും ഏകാദശി ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിനോടൊപ്പം ഒരു പ്രത്യേക അറിയിപ്പും കൂടെ പറയാണ്. നാരായണീയം എഴുതി സമർപ്പിച്ച ഒരു ദിവസം കൂടിയാണല്ലോ ഏകാദശിയുടെ അന്ന്. അപ്പോൾ ഭക്തജനങ്ങൾക്കായിട്ട് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ അതിനൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്കും നാരായണീയം ഗുരുവായൂരപ്പനെ സമർപ്പിക്കാം. അതിന് 150 രൂപയാണ് കേട്ടോ തുകയായിട്ട് വരുന്നത്. അപ്പോൾ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിഷ്ണു പറഞ്ഞു തരുന്നതായിരിക്കും. വിഷ്ണുവിൻ്റെ ഫോൺ നമ്പറും കൂടെ പറയാം കേട്ടോ, 9846937939. പിന്നെ ഏകാദശിയുടെ പ്രസാദ ഊട്ടിനെ കുറിച്ച് പറയാട്ടോ. ഏകാദശിയുടെ അന്ന് ഗോതമ്പ് ചോറാണ്. അതിനൊപ്പം പുഴുക്കും കാളനും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ പായസവും ഒക്കെ ഉണ്ടായിരിക്കും. അത് കഴിക്കാട്ടോ ഭക്തജനങ്ങൾക്ക്. കാരണം വിഷ്ണുനേദ്യം കഴിച്ചു കഴിഞ്ഞാൽ വ്രതം പോകില്ല എന്നാണല്ലോ പറയാം. പിന്നെ ദ്വാദശി ഊട്ടും വളരെ കേമാണ്. കാരണം ദ്വാദശിയുടെ അന്ന് ഊണ് കഴിക്കണം എന്നല്ലേ പറയാം. അന്ന് പപ്പടം ഉണ്ടായിരിക്കും. ഏകാദശിയുടെ അന്ന് പപ്പടം കൂട്ടാൻ പാടില്ല, അന്ന് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ദ്വാദശി ഊട്ടിന് അന്ന് കാളൻ, ഓലൻ, അതുപോലെ തന്നെ എരിശ്ശേരി, പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, ഇതൊക്കെ ഉണ്ടായിരിക്കും. നെല്ലിക്കാക്കറി ഉണ്ടായിരിക്കും. കാരണം ദ്വാദശിക്കായനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ നെല്ലിക്കാക്കറി ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ദ്വാദശി ഊട്ട്. അത് വളരെ കേമാണ്. പിന്നെ ഗുരുവായൂരിലെ ത്രയോദശി ഊട്ടും കൂടെ ഉണ്ട് കേട്ടോ. അതൊരു തമിഴ് ബ്രാഹ്മണന്റെ ഒരു ശ്രാദ്ധം ഊട്ടാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം കുടുംബാംഗങ്ങൾ
ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചതാണ്, ഗുരുവായൂരപ്പൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അകത്ത് ഒന്നുമില്ല, പുറത്താണ് അതിൻ്റെ ഊട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് ഊട്ടും പതിവുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വളരെ കുറഞ്ഞ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകാദശിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും കഴിയാത്ത ഇനിയും വിശേഷങ്ങൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ അതൊക്കെ കൂടെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അതുപോലെയുള്ള ഏകാദശിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.